ഈ മൂന്ന് സംഭവങ്ങളും നടക്കുമ്പോൾ അവിടെ ഒരു ദേവസ്വം ബോർഡ് ഇല്ലേ? ഇദ്ദേഹം പറഞ്ഞത് ദേവസ്വം ബോർഡിനെ മറികടന്നാണ് ഇതൊക്കെ സംഭവിച്ചതെങ്കിൽ ഈ നിമിഷം വരെ എന്തുകൊണ്ട് ദേവസ്വം ബോർഡ് നടപടി എടുത്തിട്ടില്ല? എന്നിട്ട് ഇത്തരം കാര്യങ്ങൾ പിടിക്കപ്പെടുമ്പോൾ ഇവരൊക്കെ സ്ഥിരം പറയുന്നത് എന്താ? വി എൻ വാസവൻ എന്താ പറഞ്ഞത്? ഉദ്യോഗസ്ഥ തലത്തിൽ വീഴ്ചയാണ്. ഇതൊരു പുതിയ സമീപനമല്ലെന്നേ. പോലീസുകാർ ഉദ്യോഗസ്ഥർക്ക് വീഴ്ച പറ്റിയാൽ പോലീസ് ഉദ്യോഗസ്ഥരുടെ വീഴ്ച, ഫോറസ്റ്റിന്റെ ഭാഗത്ത് വീഴ്ച ഉണ്ടായാൽ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരുടെ വീഴ്ച. ഇങ്ങനെ നിരന്തരം പറയാനാണെങ്കിൽ ഇതൊരു ഉദ്യോഗസ്ഥ ഭരണമാണെന്ന് സമ്മതിക്കണ്ടേ? ഇത് ഉദ്യോഗസ്ഥന്മാരുടെ ഭരണമാണോ? പിണറായി വിജയനല്ല മുഖ്യമന്ത്രി, ദേവസ്വം ബോർഡ് ഭരിക്കുന്നത് CPM-ന്റെ മന്ത്രിയല്ലേ? കാര്യങ്ങൾ ഇവിടെ സാധാരണക്കാർക്ക് വ്യക്തമാണ്. ശബരിമലയിൽ സ്വർണ്ണ കവർച്ച നടന്നിരിക്കുന്നു എന്നുള്ള ഓരോ സാധാരണക്കാരന്റെയും വിശ്വാസത്തെയാണ് ഇന്ന് കോടതി ശരിവെച്ചത്. ഇത് ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന് പറയുന്ന ഒരാൾക്ക് ഒറ്റയ്ക്ക് നിർവഹിക്കാൻ കഴിയുന്നതല്ല എന്ന് ആർക്കാണ് ബോധ്യമാകാത്തത്? എന്നിട്ട് ഇങ്ങനെ പറഞ്ഞ് ഇങ്ങനെ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എന്താണ് അദ്ദേഹം പറയുന്നത്? ഇതിവിടെ ഞങ്ങളുടെ തീരുമാനം വേറെ ആയിരുന്നു, പക്ഷെ ഉദ്യോഗസ്ഥർ മിനിറ്റ്സ് തിരുത്തി. വളരെ ലാഘവത്തോടു കൂടി പറയുകയാണെന്നേ. എല്ലാവർക്കും മനസ്സിലാവില്ല ഇത് പച്ച നുണയാണെന്ന്. ഇത് ദേവസ്വം ബോർഡിന്റെ പിന്തുണയോടുകൂടി, ദേവസ്വം ബോർഡിന്റെ ഒത്താശയോടുകൂടി നടന്നിരിക്കുന്നതാ. ഇന്ന് ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റായിരുന്ന പത്മകുമാർ പറഞ്ഞത് കേട്ടില്ലേ? ഞാൻ ചില അദ്ദേഹത്തിന്റെ വീട്ടിൽ എടുക്കുന്ന ഒരു തീരുമാനത്തിന് ലാഘവത്തോടു കൂടിയാണ് പറയുന്നത്. എന്റെ വീട് എന്ന് പറയുന്നത് ദേവസ്വം ബോർഡുമായി ബന്ധമുള്ള ഒരു കുടുംബമാണല്ലോ. അവിടെ ചില അറ്റകുറ്റപ്പണികൾ വേണ്ടപ്പോൾ പിന്നെ ഞാൻ പുറത്ത് ആരോടും ടെൻഡർ കൊടുക്കാനൊന്നും പോയില്ല, എന്റെ മകൻ വന്നങ്ങ് ചെയ്തു. എന്ത് ലാഘവത്തോടു കൂടി, എന്ത് നിസ്സാരമായിട്ടാണ് ഇവരിതൊക്കെ പറയുന്നത്? ഇവിടെ വളരെ കൃത്യമായി അഴിമതിയുടെ ഒരു കോക്കസ് എന്ന് പറഞ്ഞാൽ പോരാ, അഴിമതിയുടെ ഒരു അധോലോകമായി ദേവസ്വം ബോർഡ് മാറിക്കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇത് പിടിക്കപ്പെട്ടു. ഇത് ഫഹദ് ഫാസിൽ ഒരു സിനിമയിൽ പറയുന്നുണ്ടല്ലോ, അവസാന നിമിഷം പിടിക്കപ്പെടുന്നത് വരെ കുറ്റം സമ്മതിക്കില്ല എന്ന് പറയുന്ന പോലെ പരസ്യമായി പിടിക്കപ്പെട്ടിട്ടും കുറ്റം സമ്മതിക്കാതിരിക്കാനുള്ള അശ്രാന്ത പരിശ്രമം, അതിനുള്ള അവസാനത്തെ ശ്രമമാണ് CPM-ന്റെ പ്രതിനിധി അടക്കം ചെയ്തുകൊണ്ടിരിക്കുന്നത്. കാര്യം വളരെ വ്യക്തമാണ്. ശബരിമലയിൽ സംഭവിച്ചതൊക്കെ സംഭവിക്കാൻ പാടില്ലാത്തതാണ്. സ്വർണത്തിനെ ചെമ്പാക്കി പ്രാചീന ആൽക്കമിസ്റ്റുകൾ അങ്ങനെ ആക്കുമെന്ന് പറയുന്നത് കേട്ടിട്ട് അവരെ പോലും അതിശയിപ്പിക്കുന്ന രാസവിദ്യ അവിടെ സംഭവിച്ചു. ശബരിമല സന്നിധാനത്ത് ആണ് ഇത്തരം അറ്റകുറ്റപ്പണികൾ നടക്കേണ്ടത് എന്ന് തിരുത്തി അവിടെ നിന്ന് ഇഷ്ട പോലെ എങ്ങോട്ടേക്കും കൊണ്ടുപോകാവുന്ന തരത്തിൽ അതിനെ തുറന്നു കൊടുത്തു. എന്നിട്ട് പറയുന്നു ഇതൊക്കെ ഉദ്യോഗസ്ഥരാണെന്ന് പറഞ്ഞാൽ ആരാ വിശ്വസിക്കുക? അജിൻസെ, ഇത് വളരെ കൃത്യമാണ്. ഇതിനകത്ത് ഒരു വാദപ്രതിവാദത്തിന്റെ ആവശ്യം പോലും ഇല്ലാത്ത വിധത്തിൽ എല്ലാവർക്കും കാര്യങ്ങൾ ബോധ്യപ്പെട്ടു. ഇത് എത്രയും പെട്ടെന്ന് ഈ ദേവസ്വം ബോർഡ് രാജിവെക്കാൻ തയ്യാറായില്ലെങ്കിൽ മന്ത്രിസഭ അതിന് പുറത്താക്കണമെന്നേ. തീവെട്ടിക്കൊള്ളയാണ് അയ്യപ്പന്റെ പേരിൽ നടന്നത്. ഈ ആഗോള അയ്യപ്പ സംഘവുമായി ബന്ധപ്പെട്ടുള്ള ചില കാര്യങ്ങളോട് അത് കൂടുതൽ വ്യാപകമായി പുറത്തു വന്നു എന്നേ ഉള്ളൂ. ഇത് ഇപ്പോൾ സംഭവിച്ചതല്ല. ഇവിടെ ശബരിമല സന്നിധാനത്തെ ഇത്തരം കച്ചവടങ്ങളുടെ കൂത്തരങ്ങാക്കി ഈ സർക്കാർ മാറ്റി. അത് കൈയോടെ പിടിക്കപ്പെട്ടു. ഇതിനകത്ത് സംഭവിച്ച കാര്യങ്ങൾ, ഒന്നാമതായി വിശ്വാസപരമായി ആളുകൾ പരിഭാവനമായി കരുതുന്ന ഒന്നിനെ കച്ചവട വസ്തുവാക്കി. അതൊരു കച്ചവടമാക്കി വിശ്വാസത്തെ അപമാനിച്ചു. രണ്ടാമതായി വൻ സാമ്പത്തികമായ തട്ടിപ്പ് നടന്നു. എന്നിട്ട് അതിനെയൊക്കെ വളരെ കൃത്യമായി പിടിക്കപ്പെട്ടപ്പോൾ പോലും ലഘൂകരിച്ചുകൊണ്ട് മുന്നോട്ട് പോവുക. ഇവിടെ ഞങ്ങൾ പറഞ്ഞ ആരോപണങ്ങൾ വളരെ വസ്തുനിഷ്ഠമായിട്ട് പറഞ്ഞത്. പ്രതിപക്ഷ നേതാവ് പറഞ്ഞു അദ്ദേഹത്തിന് വാസവൻ വക്കീൽ നോട്ടീസ് അയച്ചു. പ്രതിപക്ഷ നേതാവ് എന്ന് പറഞ്ഞ് അയക്കട്ടേന്നേ, നേരിടാണെന്നാണ് പറഞ്ഞത്.